കാര്യം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെങ്കിലും കുഴഞ്ഞു മറിയാതെ നല്ലൊരു ഉപ്പുമാവ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നന്നായി ചൂടായ ഒരു ചട്ടിയിലേക്ക് നമ്മുടെ റവ ഒന്ന് എടുത്ത്, ഒരു കപ്പ് റവയാണ് എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം, കരിഞ്ഞു പോകരുത്. ശേഷം ഒരു ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിലേക്ക് കടുകും ഉഴുന്നും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില, ഒരു അര സവാള, 2-3 പച്ചമുളക് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറി ഓപ്ഷണലാണ്, ഞാനിവിടെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടെ ഹെൽത്തിയാണ് കേട്ടോ. ഞാനിവിടെ ബീൻസും ക്യാരറ്റും കൂടെ ചെറുതായി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു കപ്പ് റവയ്ക്ക് 1.25 അളവിലാണ് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ഡ്രൈ ആവേണ്ടവർക്ക് ഒരു 1.5 കപ്പ് എടുത്താൽ മതി. കുറച്ചും കൂടെ നല്ല വെള്ളം പോലെ വേണമെന്നുള്ളവർക്ക് ഒരു കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എടുക്കാം. അപ്പോൾ ആ രീതി ശ്രദ്ധിക്കാൻ ഞാനിവിടെ 1.25 എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ നമ്മൾ പെട്ടെന്ന് ഇട്ട് കൊടുക്കരുത്, കുറച്ച് ഇട്ട് എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. റവ മുഴുവൻ നമ്മുടെ വെള്ളത്തിൽ ഇങ്ങനെ ലയിച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ശ്രദ്ധിക്കുക, അടികട്ടിയുള്ള പാത്രമായിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. വീണ്ടും എന്നിട്ട് അടച്ചു വെച്ച് വയ്ക്കുക. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ അധികം തൊടാതെയായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഉപ്പുമാവ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ.